ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഈ ഒരു കണ്ടെയ്നറാണ്. ഇപ്പോൾ പുറത്തുനിന്ന് ആഹാരം വാങ്ങാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കണ്ടെയ്നർ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കിന് ഇന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു അടപ്പ് ഭാഗത്ത് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കട്ടർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് എങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് രേഖ. അപ്പോൾ ഇതുപോലത്തെ കട്ടർ ഇല്ലാത്തവരാണെങ്കിൽ ചെറുതായിട്ട് ബ്ലൈഡോ അല്ലെങ്കിൽ കത്തി ചൂടാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മുടെ കണ്ടെയ്നർ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ട് ബാക്ക് സൈഡ് കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിപ്പോയി. അപ്പോൾ അവിടെ ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഞാൻ വൈറ്റ് കളർ പെയിൻറ് എടുക്കുന്നുണ്ട്. ആ ഒരു അടപ്പിൻ്റെ പോർഷനിൽ സ്പോഞ്ച് വെച്ചിട്ട് ഈ ഒരു വൈറ്റ് കളർ പെയിൻറ് മൊത്തം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് റെഡ് കളർ പെയിൻറ് ഉപയോഗിച്ച് ഈ ഒരു സൈഡ് ഭാഗം അത്രയും ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതുപോലെ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റെഡ് കളർ പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് എടുത്തിട്ട് ഞാൻ 2 കണ്ണ് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റെഡ് കളർ പെയിൻറ് വെച്ചിട്ട് ഒരു ചുണ്ടുകൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ചുണ്ടും വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കവിളിൽ പിങ്ക് കളർ പെയിൻറ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് വെച്ചിട്ട് നമ്മുടെ ഈ വാട്ടർമെലൻ്റെ കുരു ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മോഡലിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഒരു അടിപൊളി വാട്ടർമെലൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കണ്ണിൻ്റെ ഭാഗത്ത് വൈറ്റ് കളർ ഡോട്ട് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആ ഒരു ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷനിൽ വേണമെങ്കിൽ ഇത്തിരി മണ്ണ് നിറച്ചിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ വളരുന്ന പ്ലാന്റ് ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ചുവരിൽ ഇതുപോലെ എന്തെങ്കിലും ഇതൊന്ന് ഒട്ടിച്ച് ഒന്ന് ഹാങ് ചെയ്തതിന് ശേഷം കുഞ്ഞു കത്രികയോ അല്ലെങ്കിൽ പെൻസിലോ പേനോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി റൂമിൽ യൂസാക്കാം. അങ്ങനെ ഇതുകൊണ്ട് 2-3 യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നോ അത് നിങ്ങളുടെ ഐഡിയാസ് പോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു പ്ലാന്റ് ഇട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു അലോവേരയുടെ പ്ലാന്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു താഴ്ഭാഗത്ത് നമ്മുടെ സെലോ ടേപ്പൊക്കെ കാലിയാകുമ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പില്ല, അത് വേണമെങ്കിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ മേശയുടെ പുറത്ത് സ്റ്റേബിളായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ ട്രൈ ചെയ്യാൻ മറക്കരുത്. അടുത്തതായിട്ട് ഐഡിയ നമ്പർ 2, അതും കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് നമുക്ക് ആവശ്യമില്ല, ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. അതിനെ ഓരോ ട്രയാങ്കിൾ ഷേപ്പ്, അങ്ങനെ പെർമനൻറ്റ് ഷേപ്പൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം.
ഞാൻ ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ അങ്ങനെ ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ ഞാൻ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇത് ഒട്ടുന്നില്ല. ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇത് ഓരോന്നും ആ ഒരു കണ്ടെയ്നർ മൊത്തത്തിലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പേസ് വിട്ട് ഒട്ടിച്ചാലും വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിവ്യൂസും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ കാർഡ്ബോർഡ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഓരോ പെയിൻറ്റ് ഓരോ കളർ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഡിഫറൻറ്റ് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയാണ് നമ്മൾ ചെയ്യുന്ന വർക്കിന്. അപ്പോൾ ഞാൻ റെഡ്, യെല്ലോ, പിന്നെ പിങ്ക് അങ്ങനത്തെ ഒരു 2-3 കളേഴ്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്ലാന്റൊക്കെ ഇട്ട് വെക്കാം. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.